ഈ ധർമ്മടത്ത് പോലും ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ധർമ്മടത്ത് പോലും പിണറായി വിജയൻ സേഫ് അല്ല, അവിടെ പോലും തോൽക്കും. പക്ഷെ ഈ അന്തം കമ്മികൾ ആകെ അന്തം വിട്ടെന്താണെന്നറിയോ? അന്തം കമ്മികൾ അന്തം വിട്ടത് ടി വിയിലേക്ക് നോക്കിയപ്പോ പിണറായി പിന്നിൽ മിന്നൽ പിണറായി ഇതുവരെ മിന്നൽ പിണറായി, ഇപ്പൊ പിന്നിൽ പിണറായി. അതാണ് ഇന്നലെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നിൽ പിണറായി ആയി മാറിയ ദുരന്തമാണ് ഇന്നലെ കണ്ടത്. ഏതായാലും സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് എന്താ പറയുന്നത് അറിയോ? പോരായ്മകൾ തിരുത്തും. LDFിനുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരാജയം അംഗീകരിച്ച് പോരായ്മ തിരുത്തും അത്രേ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാക്കാനും പ്രകൃതി ദുരന്തങ്ങളിലും മഹാമാരിയുടെ ഘട്ടങ്ങളിലും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകാനുമായി വരാനുള്ള ആൾക്കാർ കേൾക്കണ്ടോ? പിന്നാലെ ഓടിച്ചെന്ന് പുറം കടപ്പുറാക്കി കേട്ട വിജയ. വയനാട്ടില് ആ 410 കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടി 2 കൊല്ലായി. അവസാനം മൂപ്പര് വീട്ടിൽ പോയി കുത്തിരിക്കപ്പോ ആ മനുഷ്യര്, ആ പ്രകൃതി ദുരന്തത്തിന് ഇരയായ ആ മനുഷ്യർ ഇപ്പോഴും തെരുവിലാണ്. ആകെ 39 വീടാണ് താക്കോൽ കൊടുത്തത്. 39 വീടാ താക്കോൽ കൊടുത്തത്. ലീഗിന്റെ വീട്ടിൽ 51 ആൾക്കാർ താമസമാക്കി. വേറെ 54 വീടുകളുടെ പണിത ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് 27 സീറ്റിൽ മത്സരിച്ച ലീഗ് 22 സീറ്റിൽ ഏറ്റവും മിന്നുന്ന വിജയത്തോടെ വന്നു. ലീഗിനൊരു വനിതാ ഒരു വനിതാ MLAയുമായി ഫാത്തിമ തഹലിയ. TP രാമകൃഷ്ണൻ ഉളുപ്പുണ്ടോ? TP രാമകൃഷ്ണൻ വലിയ സഖാവാണ്. LDFിന്റെ